വാനലോകത്തെ മലായിക്കത്തുകളാ ശബ്ദം കേൾക്കുകയാ. കടലിന്റെ അടിത്തട്ടിൽ കിടന്ന് യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിന്റെ ഉദരത്തിൽ നിന്ന് ദിക്ർ ചെല്ലുന്ന ശബ്ദം ആര് കേട്ടെന്നറിയോ? അള്ളാന്റെ വാനലോകത്തെ മലായിക്കത്തുകളെ കേട്ടു എന്നാണ്. ആ സമയത്ത് മലക്കുകൾ അള്ളാനോട് ചോദിക്കുകയാണ്, അല്ലാഹുവേ ഇന്നാ സമിഅനാ, അല്ലാഹുവേ ഞങ്ങൾ കേൾക്കുകയാണല്ലോ, ഒരു ശബ്ദം ഞങ്ങൾ കേൾക്കുന്നു, ബി അർദിന ഗരീബാ, എവിടെയോ നിന്നൊരു ശബ്ദം ഞങ്ങൾ കേൾക്കാണല്ലോ. ആ സമയത്ത് അല്ലാഹു മലായിക്കത്തുകളോട് പറഞ്ഞു, എന്റെ യൂനുസ് എനിക്ക് ദിക്ർ ചെല്ലപ്പേ, യൂനുസ് നബിയെ രക്ഷപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവിന്റെ മലായിക്കത്തുകളുടെ വാക്ക് കേട്ടിട്ട് യൂനുസ് നബി അല്ലാഹു തആല രക്ഷപ്പെടുത്തുകയാ. ഇനി ഞാൻ പറയുന്ന ശ്രദ്ധയോടെ കേൾക്കണേ. എന്തുകൊണ്ടാണ് യൂനുസ് നബിയുടെ മാനസിക പ്രശ്നങ്ങളും അല്ല മാറ്റിക്കൊടുത്തതെന്നറിയോ? യൂനുസ് നബി അലൈഹിസ്സലാം അകപ്പെട്ടു പോയ ആ കുടുക്കിൽ നിന്ന് ഭീകരമായ ആ വലിയ തടവറയിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്നറിയോ? ഒരേ ഒരു കാരണമാണ് ചെറുപ്പക്കാരാ. എന്തെല്ലാം കാരണങ്ങൾ നമ്മൾ പറഞ്ഞാലും അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ ഒരേ ഒരു കാരണമേതെന്നറിയോ? ഒരേ ഒരു കാരണമാണ് അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞത്. ഹദീസുകളിൽ വേറെ ഉണ്ടാകാം, നമ്മുടെ ഉലമാക്കൾ വേറെ കാരണങ്ങൾ പറഞ്ഞേക്കാം. പക്ഷേ വിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, ആ ഖുർആനിൽ യൂനുസ് നബി അലൈഹിസ്സലാം അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു കാരണം പറഞ്ഞു. എന്താണെന്നറിയോ? പഠിക്കണേ പെങ്ങളെ, 100 പ്രശ്നങ്ങൾ വരുമ്പോൾ, സങ്കടം സഹിക്കാൻ കഴിയാതെ വരുമ്പോ, ചീറിപ്പാഞ്ഞ് വരുന്ന ട്രെയിനിന്റെ മുമ്പിൽ കഴുത്തു ചേർത്ത് വെച്ചിട്ട് അവിടെ നിന്ന് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, വിഷമടിച്ചിട്ട് മരിക്കാൻ ശ്രമിക്കുമ്പോൾ, ഒരു കഷ്ണം കയറെടുത്തിട്ട് കഴുത്തിലേക്കിട്ട് ഉത്തരത്തിൽ കെട്ടിത്തൂങ്ങി ചാവാൻ തുനിയുമ്പോ ചിന്തിക്കണേ, നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാര, സാമ്പത്തിക, മാനസിക, പൈശാചിക എല്ലാ പ്രശ്നങ്ങളിൽ നിന്ന് അല്ലാഹു നിന്നെ കൈപിടിച്ചുയർത്താ ഒരേ ഒരു കാരണമാണുള്ളത്. അത് തന്നെയാണ് യൂനുസ് നബി അലൈഹിസ്സലാം പ്രവർത്തിച്ചത്. വിശുദ്ധ ഖുർആൻ തന്നെ പറയട്ടെ, നമുക്ക് പറയണ്ട. അല്ലാഹു പറയുകയാണ്, യൂനുസിനെ എങ്ങനെയാ ഞാൻ രക്ഷപ്പെടുത്തിയതെന്നറിയോ? ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ, യൂനുസ് നബി അലൈഹിസ്സലാം തസ്ബീഹ് ചൊല്ലിയ ഒറ്റ കാരണത്തിന്റെ പേരിൽ അല്ലാഹു പറയുകയാണ്, ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബ്അസൂ. ഇസ്രാഫീൽ എന്ന മലക്ക് സൂറന്ന കാഹളത്തിൽ രണ്ടാമത് ഊതുന്നത് വരെ യൂനുസ് മത്സ്യത്തിന്റെ ഉദരത്തിൽ തന്നെ കിടക്കുമായിരുന്നു. പക്ഷേ യൂനുസിനെ എന്തുകൊണ്ടാ കരയിലേക്ക് വന്ന് മത്സ്യം തികട്ടിവെച്ചതെന്നറിയോ? മത്സ്യമതാ വിഴുങ്ങിയ മത്സ്യം യൂനുസ് നബിയെ കൊണ്ടുവന്ന് കരയിലേക്ക് കൊണ്ടുവന്ന് തുപ്പിവെച്ചത് എന്തിന്റെ പേരിലെന്നറിയോ? ഒരൊറ്റ കാരണമാണ്, ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ. അല്ലാഹു പറയുന്നു, യൂനുസ് നബി അല്ലാഹുവിനെ ദിക്ർ ചൊല്ലിയതിന്റെ പേരിലാണ്. സഹോദരങ്ങളെ, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും, ആകാശത്തിന്റെ ചുവട്ടില്, ഭൂമിയുടെ മുകളില് പ്രശ്നം എന്തുണ്ടെങ്കിലും ഒരൊറ്റ പരിഹാരം, രണ്ടാമതൊരു പരിഹാരം പേടണ്ട. ഒരൊറ്റ പരിഹാരം, ആ പരിഹാരം അല്ലാഹുവിനെ ഓർക്കുക എന്നുള്ളതാണ്. ഇത് ഖുർആനാണ്. നിങ്ങൾ നോക്കിയ ഒരു പ്രവാചകനെ പറ്റി അല്ലാഹു പറയാണ്, ഈ യൂനുസ് എന്റെ ദാസൻ തസ്ബീഹങ്ങാനം ചൊല്ലാതിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എന്നെ ദിക്ർ ചൊല്ലാതിരുന്നെങ്കിൽ, അല്ലാഹു പറയാണ്, യൂനുസിനെ ഞാൻ ഖിയാമത്ത് നാൾ വരെ മത്സ്യത്തിന്റെ വയറ്റിൽ തന്നെ ഞാൻ ഇട്ടേക്കുമായിരുന്നു. ആ നിഗൂഢതയിൽ നിന്ന് 3 ഇരുളാണ്. കടലിന്റെ അടുത്തട്ട്, പാതിരാത്രിയുടെ നിശബ്ദത, മത്സ്യത്തിന്റെ ഉദരം, 3 ഇരുള്, ലുലുമാത്ത് എന്നാണ് ഖുർആൻ പറഞ്ഞത്. ആ 3 ഇരുളിൽ നിന്ന് യൂനുസ് നബിയെ രക്ഷപ്പെടുത്തിയതിന്റെ പിന്നിൽ ഒരേ ഒരു കാരണം, അത് അല്ലാഹുവിനെ പറ്റി ഓർത്തു എന്നുള്ളതാണ്. ദിക്ർ യൂനുസ് നബി അലൈഹിസ്സലാം ചൊല്ലി അല്ലാഹുവിനെ പറ്റി ഓർത്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ്.